നമസ്കാരം. ബി.ജെ.പിയിൽ നിന്ന് ഒരു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു. ഈ CJP മുന്നണി ഒരുമിച്ച് നിന്ന് ആക്രമിക്കുകയായിരുന്നു കോൺഗ്രസിനെ, അതല്ല UDF-നെ. സന്ദീപ് വാര്യരുടെ പഴയ പോസ്റ്റുകളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കുന്നു. പിന്നെയും സന്ദീപ് വാര്യരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടും പിന്നെയും കടന്നാക്രമിക്കുകയായിരുന്നു. ആ പാലക്കാട് ഇലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ്. പത്രത്തിൽ പരസ്യം വരെ കൊടുത്തു. പത്രങ്ങളിൽ സുരേന്ദ്രൻ അതുപോലെ കളിയാക്കുകയും ആക്രമിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ CPM പ്രവർത്തകരും എല്ലാ ദിവസവും സന്ദീപ് വാര്യരെ കടന്നാക്രമിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തോ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ CPM-ന്റെ വലിയ വലിയ നേതാക്കന്മാരെല്ലാം ഇപ്പൊ BJP-യിലേക്ക് പോവുകയാണ്. ചോദിച്ചാൽ പാർട്ടി പറയുന്നത് ഇവരെല്ലാം നേരത്തെ BJP-ക്കാരായിരുന്നു, ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, BJP-യുമായിട്ട് അടുത്ത നേതാക്കളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു, അങ്ങനെയുള്ളവരാണ് പോയതെന്ന്. അപ്പം ഇത്രയും കാലം ആ CPM-നകത്ത് ഇരുന്ന് BJP-ക്ക് വേണ്ടി പണിയെടുക്കുമായിരുന്നു എന്നുള്ളതാണ് അവർ പറയാതെ പറയുന്നത്. എന്തായാലും CPM-ന്റെ പല നേതാക്കന്മാരും ഇപ്പോൾ പല പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് BJP-യിലേക്കാണ്. എന്ന് വെച്ചാൽ അവർക്ക് നേരത്തെ BJP-യുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, പാർട്ടി തന്നെ സമ്മതിക്കുന്നു. അപ്പൊ പാർട്ടി ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ്. ഏതാണ് BJP-ക്കാര്, പാർട്ടിക്കകത്തിരിക്കുന്ന നേതാക്കന്മാരിൽ ആരൊക്കെയാണ് BJP-ക്കാര് എന്നറിയാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഈ CJP മുന്നണിക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ, അതും BRM ഷഫീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇവരുടെ ഒന്നും പരിപാടി BRM ഷഫീറിനോട് നടക്കത്തില്ല. കാരണം BRM ഷഫീർ അതുപോലെ കുറുക്കി കൊള്ളുന്നത് പോലെ മറുപടി കൊടുക്കും ഓരോ കാര്യത്തിലും. അതിനെ വ്യക്തമായി പഠിച്ച് അതിനുള്ള മറുപടി കൊടുക്കുന്ന കോൺഗ്രസിലെ മികച്ച വാക്ചാതുര്യമുള്ള ഒരാളാണ്. എന്തായാലും BRM ഷഫീറിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇതെന്തായാലും നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. CPM-ന്റെയും BJP-യുടെ ഗോപാലകൃഷ്ണൻ അറിയാലോ, ഗോപാലകൃഷ്ണനെയൊക്കെ ഇരുത്തി ഒട്ടകം ഗോപാൽ എന്ന് വിളിക്കും. ഒട്ടകം ഗോപാലിനെയും CPM-ന്റെ ഷിജുഖാനെയും ഇരുത്തി നല്ല ഉഴിഞ്ഞെടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട്. നമുക്ക് ആ ചർച്ച ഒന്ന് കേൾക്കാം. ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളൊരു പ്രയോഗം നടത്തി. ആ പ്രയോഗം ഇങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അഥവാ CJP. ഞങ്ങളത് പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പലരും ഞങ്ങളെ പുച്ഛിച്ചു. ഞങ്ങൾ വേറെന്തോ ആണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ എന്തായി? ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പരസ്യമായി പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ ഞങ്ങളുടെ ഏരിയ സമ്മേളനത്തിൽ ചില ആളുകളുടെ സഹായത്തോടു കൂടി മത്സരിച്ചൊരാൾ, ഞങ്ങളുടെ ഏരിയ സമ്മേളനത്തിൽ കലഹമുണ്ടാക്കിയിട്ട് പുറത്തു പോയൊരാൾ, അതും 2 ടേം 8 കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും 8 കൊല്ലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിരുന്ന ഒരാൾ, അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിക്കപ്പെട്ടയാൾ, ആ സമയത്തൊക്കെയും അയാൾ BJP-യുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പറഞ്ഞതാരാണ്? ജില്ലാ സെക്രട്ടറി ജോയ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോഴും തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെയും മറ്റു പല സ്ഥലങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഒന്നാകെ മനസ്സുകൊണ്ട് RSS-ഉം ശരീരം CPM-ലുമായി നിൽക്കുന്നവരാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തെ സ്ഥിരീകരിക്കുന്നതാണ് ഇതെല്ലാം. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ആർക്ക് തെറ്റിപ്പോണ്ട. ഇന്നലെ പോയതാരാ? DYFI-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, SFI-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, അങ്ങനെയുള്ള ഒരാൾ ബിപിൻ സി ബാബു ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് പറയുകയാണ്, ഈ പാർട്ടി ഒരു പ്രത്യേക മതത്തിന്റെ പാർട്ടിയായി മാറിയിരിക്കുന്നു, ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഇറങ്ങിപ്പോവുകയാണ്. ഇന്ന് പോയതാരാ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിൽ, അദ്ദേഹം കൂടി ആ ഏരിയ കമ്മിറ്റിക്കകത്ത് വരുന്ന ആളാ, ജോയിയുടെ തന്നെ ലോക്കൽ കമ്മിറ്റിയാണ് അതിനകത്ത് വരുന്നത്. സ്വന്തം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി BJP ആയത് അറിഞ്ഞില്ലെന്നില്ലത്രേ. പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ പുറത്താക്കാൻ തീരുമാനിച്ചത്. എന്തൊരു വൈരുദ്ധ്യമാണ്! എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കൂ, കോൺഗ്രസിലേക്ക് ഒരു സന്ദീപ് വാര്യർ വരുമ്പോൾ ഓഹോ എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ ഒരുത്തരും മിണ്ടുന്നില്ലല്ലോ, എല്ലാവരും ചത്തതുപോലെ കിടക്കുകയാണല്ലോ. എന്താ കാര്യം? നിശബ്ദമാണ്. CPM-ന്റെ ക്യാമ്പ് നിശബ്ദമാണ്. എന്താ കാര്യം? ഒരു ദിവസം കൊണ്ട് ഒരു DYFI-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, SFI-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നയാൾ നേതൃത്വത്തോട് കലഹിച്ചുകൊണ്ട് BJP-യിൽ ചേരുന്നു. മറിച്ച് 8 കൊല്ലക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയുകയാണ്, ഞാൻ BJP-യാണ്. അദ്ദേഹം മതം കൂടി പറയുകയാണ്. ഇവരുടെ എല്ലാം മനസ്സിൽ മതമാണ്, ഇവരുടെ എല്ലാം മനസ്സിൽ RSS ആണ്. ഇവിടെ ഷിജു ഖാൻ പറഞ്ഞു, അദ്ദേഹം ഈ മധു മുല്ലശ്ശേരിയുടെ മകൻ ഒരു ഫ്ളാറ്റ് പണിതപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് വന്നത് ഒരു BJP-ക്കാരനായ അന്ന് മുതലേ ഞങ്ങൾ സംശയിക്കുന്നു. എന്റെ പൊന്നു ഷിജു ഖാനെ, അദ്ദേഹം ഫ്ളാറ്റ് വാങ്ങിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിലെ BJP-ക്കാരൻ വന്നോളൂ.
ഒരു റിസോർട്ട് ഒന്നാകെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുമായ ജയരാജന്റെ പൊന്നുമകൻ EP ജെയ്സൺ, അദ്ദേഹത്തിന്റെ അമ്മ ഇന്ദിരയുടെയും KP ഇന്ദിരയുടെയും പേരിൽ ഉണ്ടാക്കി വെച്ച ഒരു റിസോർട്ട് ഒന്നാകെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന തിരുവനന്തപുരത്ത് പാർലമെന്റിൽ മത്സരിച്ച BJPയുടെ മുൻ കേന്ദ്ര കമ്മിറ്റിയുടെ BJPയുടെ പഴയ കേന്ദ്രമന്ത്രിയുടെ നിരാമയ കമ്പനിക്ക് വിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ കുറ്റം കാണുന്നില്ല. നിങ്ങളുടെ LDFന്റെ കൺവീനർ, നിങ്ങൾ ആലോചിക്കണം കേട്ടോ, നിങ്ങൾ സുധാകരനെയും സതീശനെയൊക്കെ ഒരുപാട് RSS ഒക്കെ നിന്നവ, ഇപ്പൊ എന്തായി? കാലടിയിലെ സഹകരണം ഇറങ്ങി പോവല്ലേ? അതാണ് സുധാകരനെ, VD സതീശനെ, അതുപോലെ രമേശ് ചെന്നിത്തലയെ, അങ്ങനെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളെ മൊത്തവും നമുക്കറിയാം. കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ തുടങ്ങിയതാണ് RSS ആക്കുന്ന പരിപാടി. രമേശ് ചെന്നിത്തലയെ കുറിച്ച് അവർ പറയാത്തതൊന്നുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പോലും BJP കാരനാണെന്ന് പറഞ്ഞ് ആരോപിച്ച് തകർക്കുകയായിരുന്നു CPM-കാര്. അതുപോലെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ VD സതീശനെ കുറിച്ചും ഇവർ കുറച്ചു കാലം മുന്നേ പറഞ്ഞിരുന്നു. അതുപോലെ സുധാകരനെയും പറയുന്നുണ്ടായിരുന്നു, സുധാകരൻ ഇപ്പൊ BJP പോവും എന്ന് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞിപ്പം CPM-കാരെല്ലാം കൂടി ഇപ്പൊ കൂട്ടത്തോടെ BJP-യിലേക്കാണ് പോകുന്നത്. ഞാനിത് ഇടയ്ക്ക് ഞാൻ പറയാൻ കാര്യം നമ്മളാരും മറക്കാൻ പാടില്ലല്ലോ. കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിയതാണ് ഈ പരിപാടി. കോൺഗ്രസ്സുകാരെ മൊത്തമായിട്ട് ഒരു BJP ആക്കുന്ന ഒരു സ്വഭാവം ഈ CPM-നുണ്ട്. അത് എപ്പോ പറഞ്ഞാലും അവർ പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇനി BJP-യിലേക്ക് പോകേണ്ടവരല്ലേ, നിങ്ങളെല്ലാം BJP-യിലേക്ക് പോകേണ്ടവരല്ലേ എന്നുള്ളത് ചോദ്യമൊക്കെ ചോദിക്കുമായിരുന്നു. പല ചർച്ചകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ബുംറായി പോലെ എല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് CPM-നാണ്. CPM-ലുള്ളവരെല്ലാം BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്കെല്ലാം BJP ബന്ധമുണ്ട് നേരത്തെ. എന്നിട്ട് ആ ബന്ധം വെച്ചിട്ട് ഇവരെല്ലാം BJP-യുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് പോകുന്ന ആൾക്കാരാണ്. അതാണ് CJP മുന്നണി. ഇവരുടെ ഒത്തൊരുമ അതിനകത്ത് ഉണ്ടായിരുന്ന സമയത്തും ഇവരെ ആരോപിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിനെതിരെയായിരുന്നു, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയായിരുന്നു BJP ബന്ധം ആരോപിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കാലം എല്ലാത്തിനും മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഇടതുപക്ഷത്തിന്റെ കൺവീനർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അന്ന് രാവിലെ പറയുകയാണ്, ശരിയാണ്, ഞാൻ ഇന്ത്യയിൽ BJPയുടെ കേരള പ്രഭാരിയായ ജാവദേക്കർ എന്നെ വന്ന് കണ്ടു, ഞങ്ങൾ സംസാരിച്ചു, ചായ കുടിച്ചു. ഇതെവിടെയാണ് പോയി നിൽക്കുന്നത്? നിങ്ങൾ നോക്ക്, 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കാറിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയാണ്. അയാൾ ഒരു രാജ്യസഭാ അംഗമാണ്. ഒരാൾ 2 സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ആളുകൾ തടഞ്ഞു വെക്കുകയാണ്. ഒരു സഹോദരി ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കാൻ നിവർത്തിയില്ല, അത്രയേറെ ലൈംഗികപരമായിട്ടും അല്ലാതെയുമുള്ള ചൂഷണമാണ്. വേറൊരാൾ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കാസറ്റുകളുണ്ട്. കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് ഒന്നാകെ അങ്ങ് അസ്തമിക്കുന്നു. അവിടെ EMS ഭവൻ എന്ന പേരിൽ പാലക്കാട് വേറെ ഒരു ഓഫീസ് തുറക്കുന്നു. CPM-ന് എന്താണ് ഇത്ര മാറ്റം? 9 കൊല്ലമായി തുടർ ഭരണം കിട്ടിയപ്പോൾ ഉണ്ടായൊരു ജീർണതയുണ്ട്. സകലമാന റിയൽ എസ്റ്റേറ്റുകാരന്മാരെയും മാഫിയക്കാരന്മാരെയും സകലമാന സാമ്പത്തിക ഛിദ്രശക്തികളെയും തൻ്റെ പാർട്ടിയിലേക്കും ഏരിയ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും നുഴഞ്ഞു കയറി അവരെല്ലാം ഇതിനകത്ത് കയറി അവർ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനും വിഹിതം പറ്റാനും വേണ്ടിയിട്ടുള്ള കലഹമാണ് നടക്കുന്നത്. ഇവിടുത്തെ കൺസേൺ പ്രശ്നം എന്താണ്? ഇപ്പോഴാണ് BJPക്ക് മനസ്സിലായത്, ഇവിടെ ഗോപാലകൃഷ്ണൻ ഇരിപ്പുണ്ട്, BJPക്ക് മനസ്സിലായത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതോറും കോൺഗ്രസ് കൊണ്ട് കയറിക്കൊണ്ടിരിക്കും. കാരണം കോൺഗ്രസിന്റെ വോട്ട് ബേസ് BJPക്ക് പിടിക്കാൻ പറ്റുന്ന വോട്ട് ബേസ് അല്ല. അവർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബേസ് പിടിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പരാജയം. എന്നാൽ CPM-ന്റെ വോട്ട് ബേസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് MLA കിട്ടുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തെ കിട്ടുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കിട്ടുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് കൊണ്ടുവന്ന് കുഴച്ചത്. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിക്ക് വാർത്താ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത മണ്ടത്തരം രാവിലെ വിളിച്ചു പറഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ആദ്യം തിരുത്തേണ്ടത് അവിടെയാണ്. ജില്ലാ സെക്രട്ടറി ഇങ്ങോട്ട് വാ, മാധ്യമ പ്രവർത്തകന്റെ മുമ്പിൽ ഈ മണ്ടത്തരം പറയല്ലേ എന്നെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക്. ഇങ്ങനെയെങ്കിലും പറയണ്ടേ? ശരിയാണ്, അയാൾ BJP-യിലേക്ക് പോയി, ഞങ്ങൾക്കത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം പോയതിനാൽ ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറയുന്നതിന് പകരം അയാൾ മുമ്പിനാലെ BJP ആയിരുന്നു, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ BJPക്കുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു, BJPയുടെ നേതാവായിരുന്നു, അതുമായിട്ടായിരുന്നു കാലെടുത്ത് വെച്ചിരുന്നുള്ള വിവരം കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്ന മണ്ടത്തരത്തിൽ പോയി കുടിയിച്ചെന്ന് ചാടിയിട്ട് ഞങ്ങൾക്കെതിരെ കുതറാവാറുള്ളത്. മനസ്സിലായില്ലേ? അതാണ് ഒരു കാര്യം. ഇനി ഗോപാലകൃഷ്ണനോടാണ്. ശ്രീ ഗോപാലകൃഷ്ണ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഏകാത്മക മാനവ ദർശനം, അതൊക്കെ നല്ല ആശയം തന്നെയാണ്, വെച്ചോണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ വക്താവായിരുന്ന സന്ദീപ് വാര്യർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു,
പറഞ്ഞെന്താണെന്നറിയോ? വെറുപ്പുൽപാദിപ്പിക്കപ്പെടുന്ന, പരമത വിദ്വേഷം പ്രചരിപ്പിക്കപ്പെടുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാതെ മതം മാത്രം പറയുന്ന ഒരു വെറുപ്പുൽപാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ ഇറങ്ങി വന്നു. നിങ്ങളുടെ ഏകതാ മാനവ ദർശനം അവിടെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ നെഞ്ചത്തടിക്കുകയാണ്. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ ചില ചാരന്മാർ സ്ലീപ്പർ സെല്ലുകളായി ബി.ജെ.പിയുടെ വിവരങ്ങൾ ചോർത്താൻ സ്ലീപ്പർ സെല്ലുകൾ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിങ്ങളുടെ 4 സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർ ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായും സംസ്ഥാന നേതാക്കന്മാരുമായും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ പണിയെടുത്തു. നിങ്ങളുടെ തന്നെ ദർശനമാണ്. മനസ്സിലായില്ലേ? അതാണ് നിങ്ങളുടെ ഗതികേട്. ബി.ജെ.പിക്കകത്ത് കോൺഗ്രസിന്റെ ചാരന്മാര് ഉണ്ട് എന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അംഗീകരിക്കേണ്ടി വന്നാൽ ഇതങ്ങ് പിരിച്ചുവിട്ടൂടെ? ആ സുരേന്ദ്രനോട് ഈ പണിമതിയാക്കി പോകാൻ പറഞ്ഞൂടെ? നിങ്ങൾക്കറിയോ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് നിങ്ങളുടെ മുൻ ജില്ലാ ഭാരവാഹി തിരൂർ സതീഷ് പറഞ്ഞത്, നിങ്ങളുടെ ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 12 ചാക്കുകളിൽ ചുമന്നുകൊണ്ട് പണം വെച്ചെന്നും ജില്ലാ ട്രഷറർ ഉൾപ്പെടെയുള്ളവർ അത് വാങ്ങിക്കൊണ്ട് പോയെന്നും അവസാനം ബാക്കി വന്ന പണം തമ്മിലടിച്ച് വീതം വെച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞത് നിങ്ങൾക്കെതിരായിട്ടാണ് സാർ. ദൈവത്തിന് പൂജിക്കാൻ കൊണ്ടുപോകുന്ന പൂക്കൂടക്കകത്ത് പണം കടത്തിയവന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് സാർ. പിണറായി വിജയൻ സമയത്ത് ചാർജ് കൊടുക്കാത്ത കൊണ്ട് മാത്രം രക്ഷപ്പെട്ട നേതാവിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് സാർ. ബി.ആർ.എം. ഷഫീറിനോട് ഇവരുടെ ഒന്നും പരിപാടി നടക്കത്തില്ല. എന്നുവെച്ചാൽ ഷഫീർ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് ഇതിനെല്ലാം മറുപടി കൊടുക്കുന്നത്. നമുക്കും ഈ ഷഫീർ പറഞ്ഞ വാക്കുകളെല്ലാം നമുക്കൊന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിരുത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം സത്യമായ കാര്യമാണ്. കോൺഗ്രസിന്റെ വോട്ട് ബേസ് പിടിക്കാൻ ബി.ജെ.പി എത്ര ശ്രമിച്ചിട്ടും കോൺഗ്രസിന്റെ വോട്ട് ബേസ് കുറയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അതാണ് ഷബീർ അവിടെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ആ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിന്റെ വോട്ടുകൾ ഒരു കാരണവശാലും ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നുള്ള 100% ബി.ജെ.പി മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് CPM-കാരിലേക്ക് പോയത്. ഇടതുപക്ഷത്തിൽ നിന്നും ആൾക്കാരെ പതുക്കെ വലിച്ചു പറിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ CPM-കാരാണ് ഇപ്പൊ ബി.ജെ.പി മത്സരമായിട്ട് നടക്കുന്നത്. അവരെ എളുപ്പം കിട്ടും. അത് പലയിടത്തും ഒരു പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ബി.ജെ.പി അനുഭാവികൾ ഉള്ളത് CPM-ലാണ്. എന്നുവെച്ചാൽ അതിനുള്ള തെളിവുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്നവരെല്ലാം ബി.ജെ.പിയിലേക്കാണ് പോകുന്നത്. അതും വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നവർ, CPM-ന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ഇവരൊക്കെ ഇപ്പൊ ബി.ജെ.പിയുമായിട്ടാണ് കമ്പനി. എന്തായാലും ബി.ആർ.എം. ഷഫീർ കൊള്ളുന്ന പോലെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്നും കൂടി നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് നമ്മളിത് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഷഫീർ പറഞ്ഞ വാക്കുകൾ നമുക്ക് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വലിയ പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല. കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.